ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാനൊരു ചില്ലി ചിക്കൻ പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പോള റെസിപ്പീസ് ഞാൻ മുൻപ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണം. ആദ്യം തന്നെ പോളക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 200 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണേ. എന്നിട്ട് അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ തന്നെ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ഹാഫില്ല, ഒരു 1/4 ഭാഗത്തോളം കട്ട് ചെയ്തിട്ട് എൻ്റെ വലിയൊരു ചെറുനാരങ്ങയായിരുന്നേ, അപ്പോൾ അതുകൂടെ പിഴിഞ്ഞു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, സോയാ സോസിലൊക്കെ കുറച്ച് ഉപ്പ് രസം ഉള്ളതല്ലേ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി ഒരു 1 ഹവറെങ്കിലും മാക്സിമം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓവർനൈറ്റ് ആകുമ്പോൾ അത്രയും നല്ലത് കേട്ടോ. ചിക്കനിൽ നന്നായിട്ട് പൊടികളൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഓവർനൈറ്റ് വെച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് പിടിക്കും കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഷാലോ ഫ്രൈ ചെയ്താൽ മതി, വല്ലാണ്ടെങ്കിൽ ഡീപ് ഫ്രൈ ആയിട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. ഇനി ഇതിൽ തന്നെ നമ്മൾ മസാലകളൊക്കെ മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ചിക്കൻ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് 2 വലിയ ഉള്ളി സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചില്ലി ചിക്കൻ്റെ മസാല എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് അതേ കണക്കന്നെ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല, ഞാനൊരു ചെറിയൊരു പീസാക്കി കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലിപ്പമുള്ള വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഉള്ളി വാടി വരുന്ന സമയത്ത് 2-3 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറുന്ന വരുന്നത് വറ്റിയെടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇട്ടതല്ലേ. ഇനി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചില്ലി സോസ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ക്യാപ്സിക്കം 1-2, ഞാനിപ്പോൾ വലുതായതുകൊണ്ട് 1 ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെറുതായി എടുക്കുന്നെങ്കിൽ 2 എടുത്തോളൂ കേട്ടോ. അത് നല്ല സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. മസാല എളുപ്പം തയ്യാറായി എടുക്കാൻ പറ്റിയ മസാലയാണ്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ക്യാപ്സിക്കം ഒന്ന് വാടിയാൽ മതി, അല്ലാണ്ടെങ്കിൽ വയറ്റി ഉടക്കരുത് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ആ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. കാരണം അത് വല്ലാണ്ട് വഴൻ്റെ ഉടഞ്ഞു പോകും ആ ചൂട് കൊണ്ട്. ക്യാപ്സിക്കം അധികം അങ്ങ് വഴൻ്റെ ഉടയരുത്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു 4-5 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1-2 ടേബിൾ സ്പൂൺ പാല്, സാധാരണ പാലോ അതല്ലെങ്കിൽ പിന്നെ പാൽപ്പൊടി ഒന്ന് കലക്കി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ആ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് മിക്സാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ എടുക്കുന്ന പാനിന് കണക്കായിട്ടുള്ള ബ്രെഡ് പീസസ് എടുക്കുക. ഞാനിപ്പോൾ ചെറിയ പാൻ ആയതുകൊണ്ട് ഇത്രയേ എടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഈ ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ സൈഡ് വശത്തുള്ള അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ബ്രൗൺ പാർട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഏത് പാത്രത്തിലാണോ അതിലേക്ക് ഗീയോ അതല്ലെങ്കിൽ ബട്ടറോ ഏതെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വൈറ്റും യെലോവും മിക്സ് ചെയ്ത് വെച്ച ഈ മുട്ട ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട്. അപ്പോൾ നമ്മളിതിൽ ബ്രെഡാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഓരോ പീസസ് എടുത്തിട്ട് ഇതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ആ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഡിപ്പ് ചെയ്തെടുക്കുന്നത് നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ പപ്സ് പോള ചെയ്യുമ്പോൾ വെച്ചില്ലേ, ഒന്ന് കുറച്ച് കയറ്റി വെച്ച് കൊടുത്തിട്ട് ആ രീതിക്ക് തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതൊരു ബേസാക്കിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ബ്രെഡിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടി മുട്ടയും ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് പിന്നെ മസാല വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ കണ്ടോ ബേസ് എല്ലാ ഭാഗത്തും ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. ഫസ്റ്റ് വെക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക. പിന്നെ ഏറ്റവും മുകൾ ഭാഗത്ത് മസാല ഫില്ല് ചെയ്തതിന് ശേഷം കറക്റ്റ് വെക്കുക. ഞാൻ ഒരു പീസ് കൂടെ ഇങ്ങനെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്, കാരണം സെൻറ്റർ ഭാഗം വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നന്നായിട്ട് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഇനി ഈ മസാല ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഈ ചിക്കൻ ഉണ്ടല്ലോ ഉണങ്ങിപ്പോവരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കണേ. ഉണങ്ങിയതുപോലെ ആയാലും ഇതിലിട്ട് കൊടുക്കുമ്പം അത് ഫില്ലിങ് പുറത്തേക്ക് വരാൻ വഴിയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പതിപ്പിച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവരുത് കേട്ടോ. ആ ബേസ് വെച്ചില്ലേ അതിൻ്റെ മുകളിലേക്ക് വരാൻ പാടില്ല. കറക്റ്റാക്കി വെച്ച്
കുറച്ച് കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബേസിൻ്റെ ആ മേൽഭാഗം വരുന്ന ഭാഗം കുറച്ചൊന്ന് താന്ന് നിൽക്കണം കേട്ടോ. എന്നാലന്ന് നമ്മൾ രണ്ടാമത് പീസ് വെക്കുമ്പം അത് കറക്റ്റായിട്ട് സീൽഡായി കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ മേൽഭാഗം കൂടെ ഒന്ന് സീൽഡാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ബ്രെഡ് പീസസ് എടുക്കുക. എന്നിട്ട് അത് മുട്ടയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുക. ഇത് കണ്ടോ, നന്നായിട്ട് അതിലങ്ങ് ഇരുന്നില്ലേ? അതെന്താണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആക്കിയിട്ട് മസാല എടുത്തുകൊണ്ടാണ്. കൂടുതലാവുമ്പോൾ മസാല മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീൽഡായി കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടൊരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അത് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറേശ്ശായിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക. സൈഡ് വശത്തോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണേ. എന്നാലന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സീൽഡായി കിട്ടുള്ളൂ. കാരണം അതെന്തായാലും ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവും. ഞാനില്ലേ കട്ട് ചെയ്ത് വെക്കുമ്പം ക്യാപ്സിക്കം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലൊന്ന് അലങ്കരിക്കാൻ വേണ്ടി മാത്രം വെച്ച് കൊടുക്കുന്നത്. എങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിന് പകരം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ട് അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലിഡിൽ ഗ്ലാസ് ലിഡാണെങ്കിൽ അതിൻ്റെ ഹോൾസ് കവർ ചെയ്ത് വെക്കുക. ഇനി ഫ്ലെയിമിലോട്ട് പാന് വെച്ച് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലെയിം കൺട്രോളറോ അതല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പാത്രമോ തവയോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം പാന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പോള തയ്യാറാക്കാൻ. ഇപ്പോൾ ഞാനൊരു ഏകദേശം 40 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ അടിവശം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ മുകൾ ഭാഗം വരെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് തൊട്ട് നോക്കിയപ്പോൾ അതിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ മാറ്റിയിടുന്ന അതിലോട്ടും കുറച്ച് ഗീ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, അടിവശമൊന്നും ഒട്ടും കരിഞ്ഞു പോവാതെ കിട്ടിയില്ലേ? അപ്പോൾ ഞാൻ വീണ്ടും ഇതേപോലെ തന്നെ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെയാണ് വെക്കുന്നത്. ഇനി കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5-6 മിനിറ്റ് അത്രയും വേണ്ട വരില്ല എന്ന് തോന്നും. കാരണം ഓൾറെഡി ഇത് കുക്കായല്ലോ മുകൾ ഭാഗം വരെ. മോൾ ഭാഗമൊന്നും കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റോളം അങ്ങനെ വെച്ച് കൊടുത്തപ്പോഴേക്ക് ഇതാ കണ്ടോ, ഞാൻ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്തപ്പോൾ കണ്ടോ നല്ല ഭംഗിയിലായിട്ട് വന്നിട്ടുണ്ട്. കാണാനുള്ള ഭംഗി മാത്രമല്ല, കഴിക്കാനും അത്രയും സൂപ്പറായിരുന്നു. നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ. ഇത് നമുക്കില്ലേ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവൻ ലഞ്ച് ബോക്സിൽ വരെ കുട്ടികൾക്ക് കട്ട് ചെയ്ത് കൊടുത്തു വിട്ടാൽ കഴിക്കും കേട്ടോ. ചില്ലി ചിക്കൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുൻപ് ഞാൻ ഒരുപാട് പോള റെസിപ്പീസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ലിങ്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടാതെ തന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് അതിൻ്റെ കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഉൾവശമൊക്കെ നന്നായിട്ട് നല്ല ജ്യൂസിയും എന്നാൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള പോളയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഇഷ്ടമാവാതിരിക്കത്തില്ല. നിങ്ങൾ ചില്ലി ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.